ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്ട് വീഡിയോയ്ക്ക് എങ്ങനെ തമ്പനെയിൽ ആഡ് ചെയ്യാമെന്നും നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എങ്ങനെ നമുക്ക് വൈറലാക്കാം എന്നുള്ള കിടിലൻ ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എങ്ങനെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയുടെ തമ്പനെയിൽ നമുക്ക് ആഡ് ചെയ്യാം എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഷോർട്ട് വീഡിയോയുടെ തമ്പനെയിൽ ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. കാരണം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം 100% ട്രസ്റ്റബിൾ ആണ്. കാരണം നിങ്ങൾ എല്ലാവരും കേൾക്കാനും അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് അറിയില്ലാത്തതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് തന്നെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്ട് വീഡിയോയിൽ തമ്പനെയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പോം വഴികളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വഴികളുണ്ടെന്ന് നിരവധി ആളുകൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി തന്നെ നമ്മൾ നമ്മുടെ ലോങ് വീഡിയോസിൽ, അതായത് എങ്ങനെയാണ് വൈറലായിട്ടുള്ള ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് വീഡിയോ ആണെങ്കിലും നിങ്ങളത് അവസാനം വരെ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അതിൽ നിന്നും ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചെറിയ ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ 10 സെക്കൻഡും കൊണ്ടായിരിക്കും അത് പറഞ്ഞ് പോകുന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. അതായത് യൂട്യൂബ് ഷോർട്ട് വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോയുടെ തമ്പനെയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുവാനോ നമുക്ക് പറ്റില്ല. എന്നാൽ ലോങ് വീഡിയോസ് അങ്ങനെയല്ല. ലോങ് വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പനെയിൽ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാനും ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള തമ്പനെയിൽ നിങ്ങൾക്കത് റീചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തമ്പനെയിൽ ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടു നോക്കാം. ഒരു ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പനെയിൽ ആഡ് ചെയ്യാം. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ തമ്പനെയിൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനാണ് ഇന്നിവിടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണെങ്കിലും iOS ഫോണാണെങ്കിലും നമ്മൾ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മുഖേന തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ തന്നെയാണോ എന്ന് ഇവിടെ റൈറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ചാനൽ ലോഗോ, അതായത് പ്രൊഫൈൽ പിക്ചർ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ഷോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വീഡിയോ കൊടുക്കുക. ഞാൻ ക്രിയേറ്റ് ഷോട്ട് കൊടുത്തു. ക്രിയേറ്റ് ഷോട്ട് കൊടുക്കുക കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. അവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടെ 60 സെക്കൻഡ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് സൗണ്ട് കൊടുത്ത് മ്യൂസിക് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വീഡിയോ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ സെലക്ട് ചെയ്തു. ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇത് ഒരു യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു നോർമൽ രീതി തന്നെയാണ്. അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതൊന്നുമില്ല എങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്ത കാര്യങ്ങൾ.
അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് എങ്ങനെയാണ് വൈറൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈറൽ ഷോർട്ട് വീഡിയോ എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ദയവ് ചെയ്ത് ചെക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും പറഞ്ഞ് സ്ഥിരം വ്യൂവേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതിയാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷനിലെത്തും, അതായത് ഇങ്ങനെയൊരു ഇൻ്റർഫേസിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ഒരു ചെറിയ ഇമേജ് കാണുവാൻ സാധിക്കും. അതായത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഇമേജ് ജസ്റ്റ് വ്യൂ ആയി കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു ചെറിയൊരു എഡിറ്റ് ബട്ടൺ, ഒരു ചെറിയൊരു ഈ കാണുന്നൊരു ബട്ടൺ കണ്ടോ? അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്നും എങ്ങനെ മികച്ച ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ മികച്ചൊരു ഫ്രെയിമോ നിങ്ങൾക്ക് തമ്പനെയിലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്ത് തമ്പനെയിലല്ല, ആദ്യം ആഡ് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇഷ്ടമുള്ള, അതായത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായി തോന്നുന്ന ഒരു സ്റ്റില്ല് നമുക്ക് അവിടെ വെച്ചിട്ട് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ നിന്നും നമുക്ക് അത് സ്ക്രീൻഷോട്ടല്ല കേട്ടോ ഉദ്ദേശിച്ചത്, വീഡിയോയിൽ നിന്നും തന്നെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീൻ, അതായത് ഒരു ഫ്രെയിം നമുക്ക് തമ്പനെയിലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു ഇഷ്ടമുള്ളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ് ഷോട്ട് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം അപ്ലോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫ്രെയിമോ അല്ലെങ്കിൽ ആ പോർഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പനെയിലായിട്ട് ആഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻസാണ് ഞാൻ പാസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനലിലേക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബറും വരുന്നുണ്ട്. കാരണം ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നൽകുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്, ഒരു വൈറൽ കണ്ടൻറ്റുമായിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക.